നമസ്കാരം. യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന നിരപരാധികളുടെ ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. തകർന്ന കെട്ടിടങ്ങൾ, ചോരയിൽ കുതിർന്ന തെരുവുകൾ, വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ. യുദ്ധത്തിന്റെ മനുഷ്യവിലയെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ എല്ലാം കഥകൾ ലോകം കേൾക്കും. പക്ഷേ യുദ്ധത്തിന്റെ മറ്റൊരു വശത്ത് നിശബ്ദമായി വേദനിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. യുദ്ധം തുടങ്ങണമെന്ന് തീരുമാനിച്ചവരല്ല അവർ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നവരുമല്ല അവർ. പക്ഷേ അധികാരികൾ ഉത്തരവിട്ടാൽ ആയുധമെടുത്ത് യുദ്ധഭൂമിയിലേക്ക് പോകേണ്ടി വരുന്ന സൈനികർ. അവർക്ക് മുന്നിലുള്ള മനുഷ്യർ തങ്ങളോട് വ്യക്തിപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും ഉത്തരവിന്റെ ഭാഗമായി വെടിയുതിർക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റൊരാളുടെ ജീവൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ സ്വന്തം ജീവൻ തന്നെ പണയം വെക്കേണ്ടി വരും. യുദ്ധത്തിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ പലപ്പോഴും ഈ മനുഷ്യർ വെറും നമ്പേഴ്സ് മാത്രമായി മാറുന്നു. ഇപ്പോൾ ആ വേദനയുടെ ഏറ്റവും പുതിയ മുഖമായി മാറുകയാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ. 5000-ഓളം നാവികരും മറൈൻസും ഉൾപ്പെടുന്ന ഈ കപ്പൽ മാസങ്ങളായി കടലിൽ തുടരുകയാണ്. 2025 നവംബർ 21-ന് സാൻഡിയാഗോയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ പിന്നീട് പശ്ചിമേഷ്യയിലേക്ക് തിരിക്കപ്പെട്ടു. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടിക്കിടെ അതിന്റെ ദൗത്യം നീണ്ടുപോയി. ഇപ്പോൾ 250-ലധികം ദിവസമായി കടലിൽ തുടരുന്ന സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വിമാനവാഹിനി കപ്പൽ എന്നത് വെറുമൊരു യുദ്ധക്കപ്പലല്ല. ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ചെറിയ നഗരം തന്നെയാണ്. വിമാനങ്ങൾ പറത്തണം, യുദ്ധവിമാനങ്ങൾ ഇന്ധനം നൽകണം, ആയുധങ്ങൾ കൈകാര്യം ചെയ്യണം, കപ്പലിന്റെ എഞ്ചിനുകളും വൈദ്യുത സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കണം, ഭക്ഷണം പാകം ചെയ്യണം, ചികിത്സ നൽകണം. ഓരോ നിമിഷവും അതൊരു സൈനിക യന്ത്രമായി പ്രവർത്തിക്കണം. പക്ഷേ ആ യന്ത്രത്തിനുള്ളിൽ മനുഷ്യരാണ്. ദീർഘകാലം കടലിൽ തുടരുന്നതോടെ ഭക്ഷണം, വെള്ളം, ശുചിത്വം, പ്ലംബിംഗ്, കത്തിടപാടുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടതായി കുടുംബാംഗങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും ആരോപിച്ചു കഴിഞ്ഞു. ചില കുടുംബങ്ങൾ നാവികരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയും ഉയർത്തിക്കഴിഞ്ഞു. ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത് ചില നാവികർ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങളാണ്. കുറഞ്ഞത് 2 സംഭവങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നാവികൻ കടലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ സഹപ്രവർത്തകൻ ഇടപെട്ട് രക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൃത്യമായ സെൽഫ് ഹാം സംഭവങ്ങളുടെ എണ്ണം അമേരിക്കൻ നാവികസേന പുറത്തുവിട്ടിട്ടില്ല. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് കപ്പലിലെ അവസ്ഥയെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ കംപ്ലീറ്റ്ലി മിസ്റെപ്രസെന്റഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. നാവികസേനയും കപ്പലിലുള്ളവർക്ക് കൗൺസിലർമാർ, ചാപ്ലിൻമാർ, മെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയ മാനസികാരോഗ്യ പിന്തുണ ലഭ്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. കാരണം USS എബ്രഹാം ലിങ്കണിന്റെ ദൗത്യം അസാധാരണമായി നീണ്ടുപോയി എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സാധാരണ നാവിക വിന്യാസങ്ങൾ പലപ്പോഴും 6 മുതൽ 9 മാസം വരെയായിരിക്കും. എന്നാൽ ലിങ്കൺ അതിനേക്കാൾ ദൈർഘ്യമേറിയ കാലം കടലിൽ തുടരുകയാണ്. യുദ്ധത്തിന്റെ ആവശ്യകതകൾ, കപ്പലുകളുടെ ലഭ്യത, പകരക്കാരുടെ വിന്യാസം ഇതെല്ലാം സൈനികാസൂത്രണത്തെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ലിങ്കണിന് പകരം അത് എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഈ മാറ്റം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ലിങ്കണിലെ ജീവനക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ ഒരു വലിയ ചോദ്യം ചോദിക്കേണ്ടി വരും. യുദ്ധം ആരാണ് തുടങ്ങുന്നത്? രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കുന്നു, സൈനിക മേധാവികൾ പദ്ധതികൾ തയ്യാറാക്കുന്നു, ഭൂപടത്തിൽ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തുന്നു, വാർത്തകളിൽ വിജയവും പരാജയവും ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ ഉത്തരവുകൾ നടപ്പാക്കുന്നത് ആരാണ്? അതൊരു യുവ നാവികനാകാം, ഒരു യുദ്ധവിമാന പൈലറ്റ് ആകാം, ഒരു മിസൈൽ ടെക്നീഷ്യൻ ആകാം, ദിവസങ്ങളോളം ഉറങ്ങാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സൈനികനുമാകാം. അവന് മുന്നിലുള്ള ശത്രുവിനെ വ്യക്തിപരമായി അറിയില്ല. യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ തീരുമാനിച്ചത് അവനുമല്ല. പക്ഷേ ഉത്തരവ് വന്നാൽ അവൻ അനുസരിക്കണം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ മനുഷ്യവില കണക്കാക്കുമ്പോൾ മരിച്ച സാധാരണക്കാരെ മാത്രം എണ്ണിയാൽ പോരാ. യുദ്ധത്തിലേക്ക് അയക്കപ്പെട്ട സൈനികരുടെ തകർന്ന ശരീരങ്ങളും തകർന്ന മനസ്സുകളും കൂടി അതിന്റെ വിലയിൽ ഉൾപ്പെടുത്തണം. ഇന്ന് ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ വാർത്തകളിൽ നമ്മൾ മിസൈലുകളും ഡ്രോണുകളും വിമാനവാഹിനി കപ്പലുകളും ഉപരോധങ്ങളും എണ്ണുന്നു. ആരാണ് ജയിക്കുന്നത്? ആരാണ് തോൽക്കുന്നത്? ഏത് രാജ്യം എത്ര ശക്തമാണ്? ഇതൊക്കെയാണ് ചർച്ച. പക്ഷേ ആ കണക്കുകൾക്കിടയിൽ കടലിൽ മാസങ്ങളായി വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്നു കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുമുണ്ട്. USS എബ്രഹാം ലിങ്കൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. യുദ്ധം ഭൂപടത്തിൽ വരയ്ക്കുന്ന വരകളല്ല, ആ വരകൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം കൂടിയാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് യുദ്ധം ഒരു തന്ത്രമായിരിക്കാം, സൈനിക മേധാവികൾക്ക് അതൊരു ദൗത്യമായിരിക്കാം. പക്ഷേ സൈനികന് അത് പലപ്പോഴും ജീവനോടെ തിരികെ വീട്ടിലെത്തുമോ എന്ന അനിശ്ചിതത്വം കൂടിയാണ്. യുദ്ധത്തിന്റെ ഉത്തരവ് നൽകുന്നവർക്ക് ഒരു പക്ഷേ അതൊരു ഫയലിലെ ഒപ്പ് മാത്രമായിരിക്കാം. എന്നാൽ ആ ഒപ്പിന്റെ വില ചിലപ്പോൾ ഒരു സൈനികന്റെ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങളോളം സുഖപ്പെടാത്ത മനസ്സായിരിക്കും. അതിനാൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിജയിക്കുന്ന രാജ്യങ്ങളെയും തോൽക്കുന്ന രാജ്യങ്ങളെയും മാത്രം ഓർക്കരുത്. ഉത്തരവുകൾ അനുസരിക്കേണ്ടി വരുന്ന ആ മനുഷ്യരെയും ഓർക്കണം. കാരണം യുദ്ധത്തിന്റെ യഥാർത്ഥ വില പലപ്പോഴും യുദ്ധം തീരുമാനിച്ചവരല്ല അടയ്ക്കുന്നത്. യുദ്ധത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് അത് അടക്കേണ്ടി വരുന്നത്.